ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശേഷം എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ആത്മീയ ശുദ്ധീകരണ കഷായം എന്നതാണ്. ഈ കഷായം ഒരു ദൈവിക ഔഷധം കൂടിയാണ്. എല്ലാവിധ ആത്മീയ രോഗങ്ങൾക്കും ഫലപ്രദമായ കഷായമാണ് ആത്മീയ ശുദ്ധീകരണ കഷായം. ഈ കഷായം നിങ്ങൾ ഉപയോഗിക്കും വഴി നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ശുദ്ധീകരണവും ഉണർവും ലഭിക്കും. ആത്മീയ രോഗങ്ങൾ കാഴ്ചയാൽ പലപ്പോഴും പ്രകടമാകില്ല. അവ ആത്മാവിനെ ക്ഷയിപ്പിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. നിശബ്ദ കൊലയാളിയായ അർബുദ വ്യാധിയെ പോലെ അനേകരുടെ മനസ്സിനും ജീവനും പ്രതികൂലമായി നിൽക്കുന്ന രോഗത്തിന് ഈ കഷായം അനിവാര്യമാണ്. ആത്മീയ രോഗലക്ഷണങ്ങൾ: ആത്മീയ അലംഭാവം, നിഗളം, തെറ്റുകളെ ന്യായീകരിക്കൽ, നെഗറ്റീവ് കാഴ്ചപ്പാടുകൾ, വിവേകശൂന്യമായ വാക്കുകൾ ഉപയോഗിക്കൽ, മറ്റുള്ളവരെ അവമാനിക്കൽ, ആത്മീയ അന്ധത, കഠിന ഹൃദയം, വിശ്വാസക്കുറവ്, ക്ഷമയില്ലായ്മ എന്നിവയാണ് പ്രധാനമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. ഈ കഷായത്തിന്റെ ഗുണങ്ങൾ: ജഡത്തിന്റെ പ്രവൃത്തികൾ, സാമൂഹിക മൂല്യം നഷ്ടമാകൽ, ആത്മീയ അന്ധത, ആത്മീയ ചൂഷണം തുടങ്ങി അതികഠിനമായ രോഗങ്ങളെ പൂർണ്ണമായി ഭേദപ്പെടുത്തും. നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു. വിശ്വാസം, ആത്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഭയത്തെ നിർവീര്യമാക്കുന്നു. ക്ഷമയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇഷ്ടമില്ലാത്ത വിശ്വാസികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ദഹനക്കേട് മാറാൻ ഉത്തമമാണ്. വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുന്ന ഭക്തിയുടെ വേഷം ധരിക്കുന്നവർക്ക് ഈ കഷായം അനിവാര്യമാണ്. ജീവിതത്തെ തകർക്കുവാനും തളർത്തുവാനും ശ്രമിക്കുന്ന എല്ലാ രോഗികൾക്കും ഈ കഷായം നിർബന്ധമായി നൽകുക. അന്യനെ മുറിവേൽപ്പിച്ചും വിധിച്ചും നടക്കുന്നവർ ഈ കഷായം സേവിക്കും വഴി സ്വയം പരിശോധനയും തിരിച്ചറിവും ലഭിക്കുന്നു. ഈ കഷായത്തിനായി ഏറ്റവും ശുദ്ധവും മൂല്യവുമുള്ള തിരുവചന സത്യങ്ങളും ആത്മീയ ഫലങ്ങളുമാണ് ഔഷധക്കൂട്ടുകളിൽ പ്രധാനമായും ഉപയോഗിക്കുക. കഷായം തയ്യാറാക്കും വിധം: ദൈവിക ജ്ഞാനം, സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ, സഹിഷ്ണുത, ആത്മഭാരം എന്നിവ തുല്യ അളവിലെടുക്കുക. ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന മുദ്ര ചെയ്യപ്പെട്ട പാത്രത്തിൽ ചൂടാക്കാനായി പരിശുദ്ധാത്മാവാകുന്ന തീ കത്തിക്കുക. പാത്രം ചൂടായി വരുമ്പോൾ ദൈവവചനമാകുന്ന ജീവജലം ആവശ്യത്തിന് ഒഴിക്കുക. ജീവജലം തിളച്ചു വരുമ്പോൾ സമം ചേർത്ത് വെച്ചിരിക്കുന്ന ഔഷധ കൂട്ടുകൾ ചേർത്ത് കൃപയാകുന്ന തവി കൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുക. തിളച്ചു കഴിയുമ്പോൾ ചൂടാറാനായി താഴ്മ എന്ന ടെമ്പറേച്ചർ അനുപാതത്തിൽ സൂക്ഷിക്കുക. അടിസ്ഥാന ഉപദേശം കവർ ചെയ്യപ്പെട്ട പാത്രത്തിൽ ലോകത്തിന്റെ കളങ്കം, മോഹം എന്നിവ കലരാതെ ശ്രദ്ധിക്കുക. ഉപയോഗക്രമം: ദൈവവചന വായനയ്ക്കൊപ്പം ദിവസം 3 നേരം ആവശ്യാനുസരണം സേവിക്കുക. കൂടുതൽ ഫലപ്രാപ്തിക്കായി കൂടുതൽ ഉപയോഗിക്കുക. പ്രഭാതത്തിൽ സേവിക്കും വഴി ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിക്കാനും ആത്മീയ ശക്തി നിലനിർത്താനും സഹായിക്കുന്നു. വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ കുടുംബ സന്തോഷം, സമാധാനം എന്നിവ ലഭിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് സേവിക്കുമ്പോൾ പ്രത്യാശ, വിശ്രാമം എന്നിവ ലഭിക്കാൻ ഉത്തമമാണ്. കഷായം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാപവും അനുസരണക്കേടുമുള്ള മനസ്സിൽ ഈ കഷായം ഫലമുളവാകുകയില്ല. ആത്മീയ നിഗളവും മത്സര മനോഭാവ ഹൃദയവുമുള്ളവർ കഷായം കഴിക്കുന്നതിന് മുൻപ് ഹൃദയപൂർവ്വം ആത്മപരിശോധന നടത്തുക. വിശ്വാസമില്ലാതെ ഈ കഷായം ഉപയോഗിക്കരുത്. പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മാത്രം ഉപയോഗിക്കുക. ദീർഘകാലം തുടർച്ചയായി ഉപയോഗിക്കും വഴി മനസ്സിന് പ്രതിരോധ ശക്തിയും ദൈവസ്നേഹം, സഹജീവി മനോഭാവം, ന്യായബോധം, കാരുണ്യം എന്നിവ നിറയുകയും ആത്മസംരക്ഷണത്തിന്റെ വാക്കുകൾ ശരിയായി ഉപയോഗിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക: ആത്മീയ രോഗങ്ങൾ പലപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കുമ്പോൾ അവയുടെ ദൂഷ്യഫലം വളരെ ശക്തമാണ്. ഈ ആത്മീയ ശുദ്ധീകരണ കഷായം യഥാക്രമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. ആത്മീയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.